അങ്ങനെ നമ്മുടെ ആകാശ് രചനോട് പറയുന്നുണ്ട്, ഞാൻ മഹേഷിനെതിരെ ഒരു കളി, അവസാനത്തെ കളി ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ അവസാനത്തെ കളിയാണ്. ഇതിൽ ഞാൻ തോറ്റാൽ, മഹേഷിനെതിരെ തോറ്റാൽ ഞാൻ എന്തായാലും മഹേഷിൻ്റെ കാൽക്കൽ കീഴടങ്ങും. ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ തോൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രചനോട്. പിന്നെ കാണിക്കണം നമ്മുടെ ഇഷിതയ്ക്ക് മഹേഷ് ഇങ്ങനെ വായിൽ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, ഇഷിത ഒരു കുഞ്ഞിനെ പ്രസവിക്കട്ടെ, പിന്നീട് മഹേഷിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താവും നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ വേർതിരിച്ച് കാണില്ല. ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും ഒരുപോലെ വളർത്തുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ മഹേഷിനോട്. പിന്നെ കാണിക്കണം നമ്മുടെ രചന വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അഡ്വക്കേറ്റ് വന്ന് പറയുന്നുണ്ട്, സുമിതയ്ക്ക് എന്താ അപകടം പറ്റിയതെന്ന് ആകാശ് മേനോൻ അറിയാം. രചന പോയി ആകാശ് മേനോനോട് ചോദിക്കുകയെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ രചന നേരെ ചെല്ലുന്നത് ആകാശിനോട് ചോദിക്കുന്നുണ്ട്, സുമിക്ക് എന്താ പറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിൻ്റെ ഫോണിലേക്കല്ലേ അവളുടെ മെസ്സേജ് വന്ന് അവൾക്ക് ഒരു അപകടം ഇല്ല പറഞ്ഞിട്ട് പിന്നെ നീ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആകാശ്. ആ സമയത്ത് ആകാശിനോട് രചന പറയുന്നുണ്ട്, അവൾ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ട് അവളുടെ ഫോൺ വാങ്ങിയിട്ട് എനിക്ക് മെസ്സേജ് അങ്ങനെ ടൈപ്പ് ചെയ്ത് അയച്ചതായിക്കൂടെ, അങ്ങനെ വിചാരിച്ചുകൂടെ, അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.